ശ്രീമന്നാരായണീയം 58-ാം ദശകം. കാട്ടുതീയിൽ നിന്നും ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനയും. ത്വയി വിഹരണലോലെ ബാലജാലൈ പ്രലംബ പ്രമഥന സവിളംബേ ധേനവ സൂര്യചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീ കാഖ്യമീഷാം ബഭൂ. ഗോപാല ബാലരൊത്ത് വിഹരിക്കുന്നതിൽ തൽപരനായ അങ്ങ് പ്രലംബാസുരനെ നിഗ്രഹിച്ച് കഴിയുന്നതിന് മുൻപ് സ്വൈര്യസഞ്ചാരികളായ പശുക്കൾ പുല്ല് തിന്നാനുള്ള കൗതുകം മൂലം വളരെ അകലേക്ക് പോകുകയും ഐഷീകമെന്നു പേരായ വനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അനധിഗതനിതാഖ ക്രൗര്യവൃന്ദാവനാന്താത് ബഹിരിതമുപയാദ കാനനം ധേനവസ്ത തവ വിരഹവിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭ സ്യാകുല സ്തംഭമാപോ. വേനൽ ചൂടിൻ്റെ കാഠിന്യവും സംഹാരശക്തിയും ബാധിക്കാത്ത വൃന്ദാവനത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഐഷീക വനത്തിലെത്തിച്ചേർന്ന പശുക്കൾ ഊഷ്മളമായ വേനൽ ചൂടേറ്റ് ദാഹാർത്തരാകുകയും പാരവശ്യം വർദ്ധിച്ചപ്പോൾ സ്തംഭിച്ചു പോകുകയും ചെയ്തു. തദനു സഹസഹായേ ദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യ സഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനീതുമാര ത്വയി ഗതവദിഹി സർവദോഗ്നി ജജൃംഭേ. പ്രലംബ നിഗ്രഹാനന്തരം അങ്ങ് മറ്റുള്ളവരുമൊത്തു ചേർന്ന് അപ്രത്യക്ഷമായ ഗോസമൂഹത്തെ അന്വേഷിക്കുകയും വളരെ ദൂരം തിരഞ്ഞതിന് ശേഷം സഞ്ചാരമാർഗമില്ലാത്ത മുഞ്ചവനത്തിൽ കുടുങ്ങി വലയുന്ന അവയെ കണ്ടെത്തുകയും ചെയ്തു. അവയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് സമീപത്തെത്തിയപ്പോൾ എല്ലായിടത്തും കാട്ടുതീ കത്തിപ്പരക്കാൻ തുടങ്ങി. സകലഹരീതിദീപ്തേ ഘോരഭാങ്കാരഭീമേ ശിഖിനി വിഹതമാർഗ അർത്ഥദഗ്ധായി വാർത്ത അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്തം താപഹർത്താരമേകം. ഭയങ്കരമായ പൊട്ടിത്തെറിക്കലോടും ഭീഷണ ശബ്ദത്തോടും കൂടി ആ കാട്ടുതീ എല്ലാറ്റിനെയും നശിപ്പിച്ച് കത്തിജ്വലിച്ചു കൊണ്ടിരുന്നപ്പോൾ മാർഗമടഞ്ഞും പകുതി ഭാഗം ദഹിച്ച പോലെയായും ആർത്തരായും എല്ലാവരും അയ്യോ ലോകനാഥ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഏക ദുഃഖ നിവാരകനായ അങ്ങേ അഭയം പ്രാപിച്ചു. അലമലമതിഭീത്യ സർവദോ മീലയത്വം ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു കൊനുദവദഹനോസൗ കുത്രമുഞ്ചാടവീസ സപതി വിവൃതിരേതേ ഹന്ത പാണ്ഡീരദേശേ. ആരും അധികം ഭയപ്പെടരുത്, എല്ലാവരും കണ്ണടയ്ക്കുവിൻ എന്ന അങ്ങയുടെ വാക്കനുസരിച്ച് അവർ കണ്ണുകൾ അടച്ചു. അപ്പോൾ കാട്ടുതീ എവിടെയോ പോയി മറഞ്ഞു. അവർ സ്ഥിതി ചെയ്തിരുന്ന ആ മുഞ്ചാവനം എവിടെ? ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയട്ടെ. കണ്ണു തുറന്നപ്പോൾ അവരെല്ലാം പാണ്ഡീര വടവൃക്ഷത്തിനരികിലാണ് നിന്നിരുന്നത്. ജയ ജയ തവമായ കേയമീശേതി തേഷാം നുദിഫിരുദിഹാസോ ബദ്ധനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചര പാടലാദി പ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. ഹേ ഭഗവാനെ, അങ്ങ് സർവോത്കർഷേണ വിജയിക്കുക. അങ്ങയുടെ മായാവിലാസം അനുപമം തന്നെ.
സ്തുതിവചനങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട അങ്ങ് മന്ദഹാസത്തോടും വിവിധ ലീലാവിനോദങ്ങളോടും വീണ്ടും ഇളം തളിരുകളുടെയും മലർനിരകളുടെയും സമൃദ്ധിയാൽ മാത്രം ഗ്രഹിക്കാൻ കഴിയാവുന്ന വേനൽക്കാലത്തോടു കൂടിയ വൃന്ദാവനത്തിൽ സ്വൈര്യസഞ്ചാരം ചെയ്തു. ത്വയി വിമുഖം വിവോച്ചൈസ്താപഭാരം അഹന്തം തവ ഭജനവദന്ത പങ്കമുച്ഛോഷയന്തം തവ ഭുജവദതുഞ്ചൽ ഭൂരി തേജപ്രവാഹം തപസമയമനീഷ്യേര്യാമുനേഷു സ്ഥലേഷു. അങ്ങയിൽ തൽപരനല്ലാത്തവൻ സന്താപനിമഗ്നനായിരിക്കുന്നത് പോലെ താപം നിറഞ്ഞതും അങ്ങയുടെ സേവാഫലമായി ഉണ്ടാകുന്നത് പോലെ അന്തർഭാഗത്തിലുള്ള മാലിന്യങ്ങളെ ഉണക്കി നശിപ്പിക്കുന്നതും അങ്ങയുടെ ഭുജങ്ങളെപ്പോലെ പൊങ്ങി പ്രവഹിക്കുന്ന തേജസ്സോടു കൂടിയതുമായ ഗ്രീഷ്മകാലം അങ്ങ് യമുനാ തടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് കഴിച്ചുകൂട്ടിയത്. തദന് ജലതജാലേ തദ്ഭുസ്തു തുല്യലാഭിർ വികസതമലവിദ്യുൽ പീതവാസോ വിലാസൈ സകല ഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈര്യവാസി വനേഷി. അങ്ങയുടെ ദേഹകാന്തിക്ക് തുല്യമായതും നിർമ്മലവും വികസിക്കുന്നതുമായ മിന്നൽ പിണരാകുന്ന പീതവസ്ത്രശോഭയോടു കൂടിയതും ആയ മേഘജാലങ്ങളാൽ എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദാധിക്യം പ്രദാനം ചെയ്യുന്ന വർഷാർത്തുവിൽ അങ്ങ് ഗോവർദ്ധനഗിരിയിലെ ഗുഹകളിൽ സ്വൈര്യവിഹാരം ചെയ്ത് ജീവിച്ചു. കുഹരതലനിവിഷ്ടം ത്വാംഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുലനവകോ കേകാകുഭി സ്തോത്രകാരി സ്ഫുടകുടച കദംബ സ്തോമ പുഷ്പാഞ്ജലിഞ്ച പ്രവിദതനുഭേജേ ദേവഗോവർദ്ധനോത്സവ. മയിലുകളുടെ പുതിയ ശബ്ദമാകുന്ന ഭക്തിപ്രകടന സ്തോത്രങ്ങളാലും വിടർന്നു വിലസുന്ന കുടജം, കദംബം എന്നിവയാൽ പെയ്യുന്ന പുഷ്പാഞ്ജലിയായും ഈ ഗോവർദ്ധന പർവ്വതം ഹേ ഭഗവാനെ അതിൻ്റെ ഗുഹാതലങ്ങളിൽ ഉപവിഷ്ടനും ശ്രേഷ്ഠ പുരുഷനുമായ അങ്ങയെ സേവിച്ചു. അധ ശരതമുപേതാം താം ഭവത് ഭക്തചേതോ വിമലസലിലപുരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അല്ലയോ ഗുരുവായൂർനാഥ, അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയം പോലെ പരിശുദ്ധമായ ജലകണങ്ങളുമേന്തി പിന്നീട് വന്നണഞ്ഞ ശരത്കാലത്തെ മാനിച്ചുകൊണ്ട് അങ്ങ് പരിശുദ്ധമായ വനപ്രദേശത്ത് പശുക്കളെ മേച്ച് സഞ്ചരിച്ചു. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, എനിക്ക് ശരീരസുഖം നൽകണമേ. ശ്രീഹരേ നമഃ.